എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +1 ഇക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ രണ്ടാമത്തെ ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നതിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. തൊട്ട് മുന്നേ ക്ലാസ്സിൽ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻസ് അവിടെ നമ്മൾ വിശദമായിട്ട് അനാലിസിസ് നടത്തി. അത് കാണാത്തതോ അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ പരിശോധിക്കാത്തതോ ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ തന്നെ അത് അവൈലബിൾ ആണ്. മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻസ് എന്തൊക്കെ മെത്തേഡുകളാണ്, അതിൻ്റെ മെറിറ്റ്സ്, ലിമിറ്റേഷൻസ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ്. കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സാമ്പിൾ സർവേ എന്താണ്, ആ സാമ്പിൾ സർവേയിൽ തന്നെ സാമ്പിളിംഗ് എങ്ങനെയാണ് എടുക്കുന്നത്, അതിൻ്റെ മെത്തേഡുകൾ റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും. ഇപ്പോൾ റാൻഡം സാമ്പിളിങ്ങിൽ ലോട്ടറി മെത്തേഡ്, അതുപോലെ റാൻഡം ടേബിൾ മെത്തേഡുകൾ, എക്സിറ്റ് പോൾ മെത്തേഡുകൾ ഒക്കെ നമ്മൾ കേൾക്കുന്ന രീതികളൊക്കെ തന്നെയാണ്. അതിനെ നമ്മൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ ചാപ്റ്ററിൽ അവസാന ഭാഗത്ത് പറഞ്ഞു പോവുകയാണ്. തീർച്ചയായിട്ടും അതൊരു +1 വിദ്യാർത്ഥി അറിഞ്ഞിരിക്കുന്നതിനപ്പുറം പൊതുവായിട്ട് എക്കണോമിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കൂടിയാണത്. ഇപ്പോൾ സെൻസസും സാമ്പിൾ സർവേയും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ, അവയുടെ ഗുണങ്ങളും അല്ലെങ്കിൽ പരിമിതികളും, ഇവ രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സർവേ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതിനെയൊക്കെ നമ്മൾക്കൊന്ന് ചെറിയ രീതിയിൽ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഓരോന്നും സെക്കൻഡറി ഡാറ്റ, അതിൽ പബ്ലിഷ്ഡ്, അൺപബ്ലിഷ്ഡ്, പിന്നീട് സെൻസസ്, പോപ്പുലേഷൻ സർവേ, സാമ്പിൾ സർവേ, പൈലറ്റ് സർവേ, അങ്ങനെ പറയുന്നതൊക്കെ എന്താണ് എന്നുള്ളത് സ്ലൈഡുകളിലൂടെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നതിൽ സെക്കൻഡറി ഡാറ്റ, പ്രൈമറി ഡാറ്റയെക്കുറിച്ച് മുന്നേ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ച് കഴിഞ്ഞതാണ്. ഇനി സെക്കൻഡറി ഡാറ്റയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ സെക്കൻഡറി ഡാറ്റ ആർ ദോസ് ഡാറ്റ വിച്ച് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം പബ്ലിഷ്ഡ് ഓർ അൺപബ്ലിഷ്ഡ് സോഴ്സ്. ഒന്നെങ്കിൽ പബ്ലിഷ് ചെയ്തതാവാം, അല്ലെങ്കിൽ അൺപബ്ലിഷ് ചെയ്യാത്ത കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രേഖകൾ. അങ്ങനെ അതും വിവരങ്ങൾ ഒരിക്കൽ കണ്ടെത്തി ക്രോഡീകരിച്ച് അത് സമപ്പെടുത്തി വെച്ചതായിരിക്കും. അങ്ങനെയുള്ള ഡാറ്റകളെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അത് ഫ്രഷ് ഡാറ്റയല്ല, ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയല്ല. പേര് പറയുന്നത് പോലെ തന്നെ മറ്റൊരാൾ ശേഖരിച്ചു വെച്ചതാണ്, മറ്റൊരാൾ ക്രോഡീകരിച്ച് മറ്റൊരാൾ ഫിനിഷ് ചെയ്ത ഡാറ്റകളെ എടുത്ത് ഉപയോഗിക്കുക. ഇപ്പോൾ പുസ്തകങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വെബ്സൈറ്റുകളിൽ നിന്ന്, അങ്ങനെ പറയുന്ന ജേർണൽസും അങ്ങനെ പറയുന്ന ആർട്ടിക്കിളുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങളൊക്കെ നമുക്ക് സെക്കൻഡറി ഡാറ്റ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കാം? റിപ്പോർട്ട്സ് ആൻഡ് പബ്ലിക്കേഷൻസ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്തത്. അതുപോലെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റർനാഷണൽ ബോഡീസ്, ഇപ്പോൾ ഇൻ്റർനാഷണൽ ബാങ്കുകൾ, IMFകൾ, IBRD, അങ്ങനെ പറയുന്ന ഇൻ്റർനാഷണൽ ബോഡീസ് പബ്ലിഷ് ചെയ്യുന്ന അവരുടെ റിപ്പോർട്ടുകളൊക്കെ വരാം. അതുപോലെ ഫിനാൻഷ്യൽ ആൻഡ് ഇക്കണോമിക് ബോഡീസ്, ഇവിടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ്, അങ്ങനെ പറയുന്ന ഇൻ്റർനാഷണൽ ബോഡീസൊക്കെ ഉണ്ടല്ലോ, ഇക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ. അതുപോലെ IBRD, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ പറയുന്ന അവരൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റകളൊക്കെ നമുക്ക് പബ്ലിഷ്ഡ് സോഴ്സാണ്. പബ്ലിക്കേഷൻസ് ഓഫ് റിസർച്ച് സ്കോളേഴ്സ്, ഇപ്പോൾ PhD സ്കോളേഴ്സൊക്കെ അവർ റിസർച്ച് സ്കോളേഴ്സാണ്. അവരവരുടേതാവുന്ന വർക്കുകൾക്ക് വേണ്ടി ഒരുപാട് ഡാറ്റ കളക്ഷൻസ് നടത്തി അവസാനം ആ തിസീസ് അത് അവർ പബ്ലിഷ് ചെയ്യുന്നു. നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഡാറ്റകൾ അത് സെക്കൻഡറി ഡാറ്റയാണ്. ആനുവൽ റിപ്പോർട്ട്സ് ഓഫ് കമ്പനീസ്, കമ്പനികളുടെ ആനുവൽ റിപ്പോർട്ട്, അതിൻ്റെ പ്രോഫിറ്റ് ലോസ്, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അവരുടെ ഗ്രോത്ത്, ഇതൊക്കെ ഉൾപ്പെടുന്ന റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ അവർ പ്രോസസ്സ് ചെയ്ത ഡാറ്റകളാണ്. അത് നമ്മൾക്ക് ലഭിക്കുന്നത് അത് സെക്കൻഡറി, അത് പബ്ലിഷ്ഡ് സോഴ്സാണ്. അതുപോലെ റിപ്പോർട്ട്സ് ഓഫ് കമ്മിറ്റീസ്, വിവിധ കമ്മിറ്റികൾ, കമ്മീഷൻസ്, അവരുടെയൊക്കെ റിപ്പോർട്ടുകൾ, ഇതൊക്കെ പബ്ലിഷ്ഡ് സോഴ്സാണ്. എന്നാൽ അൺപബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത് ഡാറ്റ മെയിൻറ്റൈൻഡ് ബൈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റകളുണ്ട്. അതുപോലെ പ്രൈവറ്റ് ഓഫീസ്, സ്വകാര്യ ഓഫീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, അവരുടേതാവുന്ന പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചു വെക്കുന്ന ഡാറ്റകളുണ്ട്. അതുപോലെ സ്റ്റഡീസ് മെയ്ഡ് ബൈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയിട്ടുള്ള പഠനങ്ങൾ, അതൊന്നും പബ്ലിഷ് ചെയ്തുകൊള്ളണമെന്നില്ല, അത് അവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഡാറ്റ കളക്ട് ചെയ്തതാണ്. അതൊക്കെ അൺപബ്ലിഷ്ഡ് ആണ്. അതുപോലെ സ്കോളേഴ്സ്, അങ്ങനെ പറയുന്നതൊക്കെ. ഇപ്പോൾ പബ്ലിഷ്ഡ് സോഴ്സസും ഉണ്ട്,
അൺപബ്ലിഷ്ഡ് സോഴ്സസും. പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആവുന്നതാണ്. അൺപബ്ലിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഡാറ്റകൾ ശേഖരിച്ചിട്ടുണ്ടാവും, അത് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് അതിൻ്റേതാവുന്ന പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വളരെ കോൺഫിഡൻഷ്യലായിട്ട് വെക്കുന്ന അത്തരം ഡാറ്റകളുണ്ട്. എന്നാലും ആ ഡാറ്റയെയും സെക്കൻഡറി ഡാറ്റ എന്ന് തന്നെയാണ് പറയുക. ഇനി നമ്മൾക്ക് ഇതിലെ പോപ്പുലേഷൻ, സെൻസസ്, സാമ്പിൾ സർവേ ഇതൊക്കെ കളക്ഷൻ ഓഫ് ഡാറ്റയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ദ അഗ്രിഗേറ്റ് ഫ്രം വിച്ച് ഡാറ്റ ആർ ടു ബി കളക്റ്റഡ് ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി ഈസ് കാൾഡ് പോപ്പുലേഷൻ. ഇറ്റ് ഈസ് ദ ഐറ്റംസ് അണ്ടർ കൺസിഡറേഷൻ ഇൻ എനി ഫീൽഡ് ഓഫ് എ എൻക്വയറി. ഇപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ജനസംഖ്യ, ഒരു രാജ്യത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് കണക്കെടുക്കുന്നതാണ്, ഡാറ്റ കളക്ഷൻസാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ, അതിലെ സെൻസസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ശേഖരിക്കുന്നുണ്ട്. അഗ്രിഗേറ്റ് ഫ്രം വിച്ച് ഡാറ്റ ആർ ടു ബി കളക്റ്റഡ് ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി, ഒരു നല്ല ക്വസ്റ്റ്യനറുകൾ വെച്ചുകൊണ്ടാണ് ഇവിടെ പോപ്പുലേഷൻ, ജനസംഖ്യ എന്ന് പറയുന്ന കണക്കെടുപ്പുകൾ നടക്കുന്നത്. എന്നാൽ സെൻസസ്, സാമ്പിൾ സർവേ ഇവ രണ്ടും നമ്മളൊന്ന് പ്രത്യേകം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സെൻസസ് എന്ന് പറയുന്നത് എ കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് all the items in the population is known as census survey. ഇപ്പോൾ സെൻസസ് സർവേ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കംപ്ലീറ്റ് എന്യൂമറേഷൻ, മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചെടുക്കുക എല്ലാവരിൽ നിന്നും. അങ്ങനെയാകുമ്പോൾ അത് സെൻസസ് ആണ്, ഒരു ബ്രോഡ് സെൻസിലാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറയും. ഇപ്പോൾ സെൻസസിനെ കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറയും. എന്നാൽ സാമ്പിൾ സർവേ എന്ന് പറയുന്നത് എ സർവേ conducted by taking sample to represent the characteristics of the population and a study is called sample survey. അപ്പോൾ സെൻസസ് നടത്തിയ മുഴുവൻ ആളുകളിൽ നിന്നും മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുന്നതാണ് സെൻസസ് എന്ന് പറയുമ്പോൾ. ഒരു പ്രത്യേക സ്വഭാവം വെച്ചുകൊണ്ട് അതിൽ നിന്ന് ചില ഗ്രൂപ്പുകളിൽ നിന്ന് മാത്രമായിട്ട് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി വിവരങ്ങൾ ശേഖരിക്കുക. എല്ലാവരിൽ നിന്നുമല്ല, പ്രത്യേക റെപ്രസൻസിൽ നിന്ന്, കുറഞ്ഞ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഡാറ്റ കളക്ഷനെയാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ സെൻസസിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അതുപോലെ സെൻസസിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സെൻസസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്യൂമറേഷനാണ്. ഒരു മൊത്തമായിട്ട് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് മൊത്തമായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഫ്രീ ഫ്രം സാമ്പിളിംഗ് എറേഴ്സ്, തെറ്റുകൾ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ സാമ്പിൾ ചെയ്യുമ്പോൾ ഒരു കുറഞ്ഞ വിഭാഗത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, അത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല മറ്റുള്ളവരുടെയും ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ സെൻസസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് എറേഴ്സ് വരാൻ സാധ്യത വളരെ കുറവാണ്. മറ്റൊരെണ്ണം റിസൾട്ട്സ് വിൽ ബി ഹൈലി ആക്യുറേറ്റ്. സെൻസസ് നടത്തിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ഡാറ്റകളുടെ ആ വിവരങ്ങളുടെ ആക്യുറസി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, അത് കൃത്യനിഷ്ഠമായിരിക്കും അല്ലേ. യൂസ്ഫുൾ ഫോർ ഫർദർ സ്റ്റഡീസ്, ഉപരിപഠനം, മറ്റു കാര്യങ്ങൾക്ക് ഈ വിവരങ്ങൾ എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം ഇത് പൂർണ്ണമായിട്ടും ശരിയായ വിവരങ്ങളായിരിക്കും. ക്യാൻ സ്റ്റഡി ഈച്ച് യൂണിറ്റ് ഇൻ ഡീറ്റെയിൽഡ്. സെൻസസ് വഴി ലഭിക്കുന്ന ഡാറ്റയിൽ നിന്ന് ഓരോ യൂണിറ്റിനെ കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് പഠനം നടത്താം. അവിടെ നിന്ന് നമുക്ക് അനുമാനങ്ങളിൽ എത്തിച്ചേരാം, കാരണം ഇതെല്ലാം ആക്യുറേറ്റ് ആണ്. മറ്റൊരെണ്ണം ഓൾ ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ആർ മെയിൻറ്റെയിൻഡ് ഇൻ ഒറിജിനൽ. ഇവിടെ എല്ലാം പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ട് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും ഒറിജിനലാണ്. ഇവിടെ സെൻസസ് എന്ന് പറയുന്ന റിപ്പോർട്ട് വഴി ഇവിടെ ലഭിക്കുന്നത് ഒറിജിനലാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ഇത്രയൊക്കെയാണ് സെൻസസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്നാൽ ഡിസഡ്വാൻറ്റേജുകൾ നോക്കിക്കഴിഞ്ഞാൽ സെൻസസ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ ലാർജ് നമ്പർ ഓഫ് എന്യൂമറേറ്റേഴ്സ് റിക്വയർഡ്. എന്യൂമറേറ്റേഴ്സ്, ഈ വിവരശേഖരണത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട്. സെൻസസ് എന്ന് പറയുന്നത് ഒരുപാട് വിവരങ്ങൾ ഒരു വലിയ ഗ്രൂപ്പിൽ നിന്ന് പൂർണ്ണമായിട്ടും ശേഖരിക്കുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ ഒരുപാട് എന്യൂമറേറ്റേഴ്സ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്, ഒരുപാട് സമയമെടുക്കും ഇതിൻ്റെ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട്. ഹൈലി എക്സ്പെൻസീവാണ്, ചിലവ് വളരെ കൂടുതലായിരിക്കും. ദെൻ ഇൻകൺവീനിയൻ്റ് ആണ്. അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും എടുത്തുകൊണ്ട് പോപ്പുലേഷൻ സെൻസസ് എടുക്കുമ്പോൾ അവിടെ എല്ലാ അസൗകര്യങ്ങൾ ഇവിടെ കൂടുതലാണ്. അസൗകര്യങ്ങൾ, ഇൻകൺവീനിയൻ്റ് ഉണ്ട്. മറ്റൊരെണ്ണം നോട്ട് ആപ്ലിക്കബിൾ ഫോർ ഇൻഫിനിറ്റ് പോപ്പുലേഷൻ. ഇൻഫൈനൈറ്റ് പോപ്പുലേഷൻസിൽ ഒരു
ഫൈനൈറ്റ് അല്ലാത്ത ഒരു നിശ്ചിതമല്ലാത്ത പോപ്പുലേഷനിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. കാരണം പൂർണ്ണമായിട്ടും വിവരശേഖരണം പൂർണ്ണ നമ്പറുകളിൽ നിന്ന് എടുക്കണമെങ്കിൽ ഇൻഫൈനൈറ്റ് ആകുമ്പോൾ അതവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ സെൻസസ് അവിടെ പൂർത്തിയാവില്ല. ദെൻ ലേബർ കൺസ്യൂമിംഗ് ആണ്. മോർ സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സെൻസസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് എന്യൂമറേഷനാണ്. അപ്പോൾ അതിൻ്റേതാവുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്, മെറിറ്റ്സ് ഉണ്ട്. എന്നാൽ അതേസമയം അതിൻ്റെ ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്. എന്നാൽ സെൻസസുമായി കമ്പയർ ചെയ്യുമ്പോൾ സാമ്പിൾ സർവേ എന്ന് പറയുന്നത്, സെൻസസ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഒരു വലിയ ഗ്രൂപ്പിൽ നിന്ന് പൂർണ്ണമായും വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ ആ വലിയ ഗ്രൂപ്പിൽ നിന്ന് ഒരു പ്രത്യേക പരിഗണനകൾ വെച്ചുകൊണ്ട് ഒരു ചെറിയ ഗ്രൂപ്പ് അതിനെ സെലക്ട് ചെയ്യുന്നു, റെപ്രസെൻറ്റ്സ്. അവിടെ നിന്ന് മാത്രമായിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിൾ സർവേക്ക് അതിൻ്റേതാവുന്ന ഗുണങ്ങളുണ്ട്. ഇത് എക്സ്പെൻസീവ് കുറവാണ്, ലെസ് എക്സ്പെൻസീവ് ആണ് അല്ലേ, ചിലവ് വളരെ കുറവാണ്, കുറഞ്ഞ ഗ്രൂപ്പിൽ നിന്ന് മതി. അതുകൊണ്ട് ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്, അധിക സമയമെടുക്കുന്നില്ല, കൂടുതൽ വിശ്വസനീയമാണ്. കാരണം കുറഞ്ഞ ആളുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിവരങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ അത് ശേഖരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ്, അതായത് റെപ്രസെൻറ്റ്സിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ സ്വീകരിക്കാൻ സാധിക്കും. അതുപോലെ ഓർഗനൈസേഷണൽ കൺവീനിയൻസ് മോർ സയൻറ്റിഫിക് ആണ്. ഇൻഡിസ്പെൻസിബിൾ മെത്തേഡ് ഇൻ സർട്ടൻ കേസസ്. പല സാഹചര്യങ്ങളിലും ഈ സാമ്പിൾ സർവേ ആണ് ഉപയോഗപ്പെടുത്തുന്നത്. സെൻസസ് എന്ന് പറയുന്നത് കാലതാമസമെടുക്കും, അതിന് ഒരുപാട് ചിലവുണ്ട്, ഒരുപാട് എന്യൂമറേറ്റേഴ്സ് വേണം, അങ്ങനെ പറയുന്ന കുറേ നെഗറ്റീവ്സ് അതിന് നിൽക്കുന്നത് കൊണ്ട് തന്നെ പല കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഡാറ്റ കളക്ഷൻ നടത്തുന്നത് സർവേ ആയിരിക്കും. ആ കമ്പോള സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു റെപ്രസെൻസിൽ നിന്ന് കുറച്ച് പ്രതിനിധികളിൽ നിന്നുള്ള വിവരശേഖരണങ്ങൾ നടത്തുക എന്നുള്ളതാണ് കൂടുതൽ സ്യൂട്ടബിളായിട്ട് വരുന്നത്. എന്നാൽ അതേസമയം സാമ്പിൾ സർവേക്ക് ഡീമെറിറ്റ്സ് ഉണ്ട്. ആബ്സെൻസ് ഓഫ് ബീയിങ് എ റെപ്രസെൻറ്റേറ്റീവ്സ്, ഇവിടെ നമ്മൾ പരിഗണിക്കുന്ന റെപ്രസെൻസ് അവരുടെ അഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ നൽകുന്ന വിവരങ്ങളുടെ അഭാവം എന്ന് പറയുന്നത്, ഒരു ചെറിയ ഗ്രൂപ്പിൽ നിന്ന് വിവരശേഖരണം നടത്തുമ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ആബ്സെൻസ് എന്ന് പറയുന്നത് രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ലഭിക്കുന്ന ഡാറ്റകൾക്ക് അതിൻ്റെ ശക്തി കുറവായിരിക്കും. ദെൻ ലൈക്ലി ടു അറൈവ് അറ്റ് റോങ് കൺക്ലൂഷൻ, ഒരു റോങ് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പലപ്പോഴും സാഹചര്യം ഇടയാക്കുന്നുണ്ട്. ഇപ്പോൾ സാമ്പിൾ സർവേ എന്ന് പറയുന്നത് അത് നൽകുന്ന വിവരങ്ങൾ, അതിൻ്റെ ക്രോഡീകരണം എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം മൊത്തമായിട്ടുള്ളവരിൽ നിന്ന്, ഒരു ചെറിയ ഗ്രൂപ്പിൽ നിന്നുള്ള ആ ഗ്രൂപ്പിൻ്റെ സ്വഭാവം തന്നെ മറ്റെല്ലാറ്റിലേക്കും ബാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതൊരു റോങ് കൺക്ലൂഷൻ ആവാം. പിന്നെ ഒരു ചെറിയ വിഭാഗത്തിൽ നിന്നാണ് അത് ശേഖരിക്കപ്പെടുന്നത് എന്നുള്ളതും, ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ്, ഒരു പൂർണ്ണാർത്ഥത്തിൽ ഇത് ഉപരിപഠനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അതാണ് പൊതുവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള ഡാറ്റകൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. സാമ്പിളിംഗ് എറേഴ്സ് വരാം, പിന്നെ പേഴ്സണൽ ബയാസ് വരാം. ആരാണോ ഡാറ്റ കളക്ഷൻ നടത്തുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ സാമ്പിൾ സർവേയിലേക്ക് കടന്നു വരാമെന്നുള്ളതൊക്കെ ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആണ്. പൊതുവായിട്ടുള്ള ഒരു ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ വിഭാഗത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ആ വിഭാഗത്തിൽ നിന്നുള്ള ആബ്സെൻസും അവർ നൽകുന്നതിൽ നിന്നുള്ള ഓതൻറ്റിസിറ്റിയും ആ വിഭാഗം പ്രതിനിധീകരിക്കുന്ന മറ്റു പൊതുവായിട്ടുള്ള വിഭാഗവുമായിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ ഡിഫറൻസും ഒക്കെ ഈ സാമ്പിൾ സർവേ പ്രകാരം ലഭിക്കുന്ന ഡാറ്റകൾ പലപ്പോഴും തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതെല്ലാമാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. എന്നാൽ ഇനി മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്, ഇപ്പോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സാമ്പിൾ സർവേ നടത്തുന്നത് ഒരു വലിയ ഗ്രൂപ്പിൽ നിന്ന് ഒരു ചെറിയ ഗ്രൂപ്പ് ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വെച്ചുകൊണ്ട് ചെറിയ റെപ്രസെൻസിൽ നിന്ന് വിവരശേഖരണം നടത്തുകയാണ്. അങ്ങനെ സാമ്പിളിംഗ് നടത്തുമ്പോൾ, സാമ്പിളിംഗ് എന്ന് പറയുന്ന ആ സർവേ നടത്തുമ്പോൾ ഈ റെപ്രസെൻസിനെ രണ്ട് രീതിയിൽ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ റാൻഡം സാമ്പിളിങ്ങുമാവാം, നോൺ റാൻഡം സാമ്പിളിങ്ങുമാവാം. ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ നിന്ന് അവിടുത്തെ പഠന നിലവാരം മനസ്സിലാക്കുന്നതിന് വേണ്ടി 65 കുട്ടികളുള്ള ക്ലാസ് റൂമിൽ നിന്ന് ഒരു 10 കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, അവരുടെ മാർക്കും അവരുടെ പഠന രീതികളും അവരുടെ പെർഫോമൻസും. ഈ 10 കുട്ടികളെ എങ്ങനെയാണ്, എന്ത് ബേസിലാണ് തിരഞ്ഞെടുക്കേണ്ടത്? അതാണ് ഇവിടെ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. 10 കുട്ടികളെ റാൻഡം സാമ്പിളിംഗ് ആവാം, അല്ലെങ്കിൽ നോൺ റാൻഡം സാമ്പിളിംഗ് ആവാം.
ഇപ്പോൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നു ദ ടെക്നിക് ഇൻ വിച്ച് ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് സെലക്റ്റഡ് ഇൻ ദ സാമ്പിൾ. ഇപ്പോൾ റാൻഡം സാമ്പിളിംഗ് ആയിട്ട് ഒരു ക്ലാസ്സിൽ നിന്ന് 65 കുട്ടികളിൽ നിന്ന് 10 കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ 65-ൽ ഏത് കുട്ടിയും ആവാം. എല്ലാ കുട്ടിക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്, ഏത് കുട്ടിയും ആവാം. ഇനി അതിൻ്റെ ടെക്നിക്സിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാകും. എന്നാൽ നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് the technique in which all the units of population do not have an equal chance of being selected into the sample. എന്നാൽ നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് വഴിയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ 65 കുട്ടികൾക്കും ഈക്വൽ ചാൻസ് അല്ല. അവിടെ ചില ക്രൈറ്റീരിയകളൊക്കെ ഉണ്ടാവും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നവർ മാത്രമായിരിക്കും ഇതിലേക്ക് റെപ്രസെൻസ് ആയിട്ട് കടന്നു വരിക. അത് നമുക്ക് വിശദമായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ മെത്തേഡ്സ് ഓഫ് റാൻഡം സാമ്പിളിംഗ്. ഇപ്പോൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഈ 65 കുട്ടികൾക്കും ഒരേ ചാൻസാണ്, ആര് വേണമെങ്കിലും ആവാം റെപ്രസെൻസ് വിവരം നൽകുന്നത് അല്ലേ. അതിലൊരെണ്ണം ലോട്ടറി മെത്തേഡാണ്, മറ്റൊരെണ്ണം ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സാണ്, വേറൊരെണ്ണം എക്സിറ്റ് പോൾ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ലോട്ടറി മെത്തേഡ് നമുക്കറിയാം, ഈ 65 കുട്ടികളുടെയും പേരെഴുതി ഒരു ബോക്സിലേക്ക് ഇട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് അതിൽ നിന്ന് കണ്ണടച്ചുകൊണ്ട് 10 സ്ലിപ്പുകൾ എടുക്കുമ്പോൾ ആ 65-ൽ ആര് വേണമെങ്കിലും ആവാം ആ 10 പേരെന്ന് പറയുന്നത്. ഇത് റാൻഡം സാമ്പിളിംഗ് ആണ്. ഇതിനാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുക അല്ലേ. ലോട്ടറി അതിൻ്റെ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് 10 ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പന നടത്തിക്കഴിഞ്ഞാൽ ഏത് നമ്പറിന് വേണമെങ്കിലും അടിക്കാം, എല്ലാവർക്കും ഒരേ ചാൻസാണ്. അത് തന്നെയാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്, റാൻഡം സാമ്പിളിങ്ങിൻ്റെ ഒരു മെത്തേഡ്. ഇപ്പോൾ എക്സിറ്റ് പോൾ എന്ന് പറയുന്നതും അങ്ങനെ വരുന്ന റാൻഡം സാമ്പിളിംഗ് ആണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുകൾ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആളുകളിൽ നിന്ന് അവരുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നു ആര് ജയിക്കാനാണ് സാധ്യത. അപ്പോൾ അത് മുഴുവൻ അവിടെ വോട്ടർമാരെയും എടുക്കുന്നില്ല, അവിടെ നിന്ന് ആര് വേണമെങ്കിലും ആവാം, ഇലക്ഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരിൽ നിന്ന് ആര് വേണമെങ്കിലും ആവാം. അങ്ങനെ നടത്തുന്ന ഫലങ്ങളൊക്കെ റാൻഡം സാമ്പിളിംഗ് ആണ്. എന്നാൽ നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ചില ക്രൈറ്റീരിയകൾ വെക്കുന്നു. ഇപ്പോൾ ക്ലാസ്സിലെ 65 കുട്ടികളിൽ നിന്ന് ആൺകുട്ടികൾ ഇത്ര കുട്ടികൾ, അവരിൽ നിന്ന് ഡാറ്റ ശേഖരിക്കാം, പെൺകുട്ടികൾ ഇത്ര, അങ്ങനെ പറയുമ്പോൾ അവിടെ ക്രൈറ്റീരിയ വന്നു കഴിഞ്ഞു, അത് നോൺ റാൻഡം സാമ്പിളിംഗ് ആണ്. അല്ലെങ്കിൽ ഇന്ന പഞ്ചായത്തിൽ നിന്നുള്ള കുട്ടികൾ, ഓരോ പഞ്ചായത്തിൽ നിന്നും ഇത്ര വീതം കുട്ടികൾ, അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഒരേ ചാൻസ് അല്ല, അവിടെ ക്രൈറ്റീരിയ വന്നു കഴിഞ്ഞു, അതാണ് നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ സംഭവിക്കുന്നത് സാമ്പിളിംഗ് എറേഴ്സ് ആണ്. It is the errors arising due to drawing inferences about the population on the basis of few observations. ഇവിടെ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് അത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് ചില ഒബ്സർവേഷൻസ് അത് തെറ്റിപ്പോകുമ്പോഴാണ് സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് എറേഴ്സ് അറൈസിങ് അറ്റ് ദ ടൈം ഓഫ് ഒബ്സർവേഷൻ, ടാബുലേഷൻ എറ്റ്സെട്ര ആർ കാൾഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് ഡാറ്റകൾ കളക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ടാബുലേഷനിലോ അല്ലെങ്കിൽ ആ ഡാറ്റ സ്വീകരിക്കുന്നിടത്തോ അതിൻ്റെ ക്ലറിക്കലായിട്ടൊക്കെ സംഭവിക്കുന്ന എററുകളുണ്ട്. ഇത് നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് സംഭവിക്കുക? ഇനാഡിക്വേറ്റ് ഡാറ്റ, അതിനുപയോഗിച്ച ഇനാപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടാവാം. ഇനാക്യുറേറ്റ് മെത്തേഡ്, അതിനുപയോഗിച്ച രീതി അതത്ര സ്യൂട്ടബിൾ അല്ലാത്തത് കൊണ്ടാവാം. ലാക്ക് ഓഫ് ട്രെയിൻഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, ഇപ്പോൾ ഇവിടെ എന്യൂമറേഷൻ പോകുന്നവർക്ക് കൃത്യമായിട്ട് പരിശീലനം ലഭിക്കാത്തത് കൊണ്ടാവാം. എറേഴ്സ് ഡ്യൂ ടു നോൺ റെസ്പോൺസസ്, ആരുടെ അടുത്തു നിന്നാണോ വിവരങ്ങൾ ശേഖരിക്കുന്നത് അദ്ദേഹം വിവരം നൽകുന്ന വ്യക്തികൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് വിവരങ്ങൾ നൽകിയത് കൊണ്ടാവാം. എറേഴ്സ് ഇൻ ഡാറ്റ പ്രോസസ്സിങ്, അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന എററുകളൊക്കെ ആവാം. ഇതൊക്കെ നോൺ സാമ്പിളിംഗ് എറേഴ്സാണ്. ഇനി ഇന്ത്യയിലെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഏജൻസീസ് ഫോർ ഡാറ്റ കളക്ഷൻസ്, ഇന്ത്യയിലെ ചില സ്ഥാപനങ്ങൾ, ഇപ്പോൾ NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻസ്, പല കാര്യങ്ങൾക്കും ഗവൺമെൻറ്റിലേക്ക് വിവരങ്ങൾ ശേഖരിച്ച് അത് ക്രോഡീകരിച്ച് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. അതുപോലെ CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, RGI, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, DGCIS, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഇങ്ങനെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇന്ത്യയിൽ ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്.
ഇതോടുകൂടി ഈ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ സെൻസസിനെ കുറിച്ച് പറയുന്നു, സർവേയെക്കുറിച്ച് പറയുന്നു, അതിലെ സാമ്പിൾ സർവേയുടെ ഡിഫറെൻറ്റ് മെത്തേഡുകളെ കുറിച്ച് പറയുന്നു. പൈലറ്റ് സർവേ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നു അല്ലേ? അതൊരു ടെസ്റ്റാണ്. പൈലറ്റ് സർവേ എന്ന് പറയുന്നത് ഒരു ട്രൈ ഔട്ടാണ്. ആ വേർഡ് തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഒരു വലിയ വിഭാഗത്തിൽ നിന്ന് കുറച്ച് കാറ്റഗറികളെ, കുറച്ച് ആളുകളെ എടുത്ത് അവരിൽ നിന്ന് മാത്രം ഡാറ്റ കളക്ഷൻ നടത്തിയിട്ട് ആ ഒരു ഗ്രൂപ്പിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്ന ഒരു ട്രൈ ഔട്ടിനെയാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ പൈലറ്റ് സർവേയെക്കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ സർവേയും സാമ്പിൾ സർവേയും സെൻസസും തമ്മിലുള്ള ഡിഫറൻസ് അതിനെക്കുറിച്ച് പറയുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ച്, ഇതെല്ലാം നമ്മൾ ടെക്സ്റ്റുകൾ ഒന്നുകൂടി പരിശോധിച്ച് അത് നോട്ടിലേക്കൊക്കെ ഒന്ന് കൃത്യമാക്കി എഴുതി വെക്കുക. പിറകിലുള്ള ക്വസ്റ്റ്യൻസ് അതിനെ നമ്മൾ സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്യാനും കൂടി ശ്രമിക്കുക. അടുത്ത ദിവസം നമ്മൾ 3ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. എങ്ങനെയാണ് ഈ കളക്ട് ചെയ്ത ഡാറ്റകളെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്നത്, അതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾക്ക് 3ാമത്തെ ചാപ്റ്ററിൽ പരിശോധിക്കാനുള്ളത്. അതിനു മുൻപ് ഈ 2ാമത്തെ ചാപ്റ്റർ ടെക്സ്റ്റ് എടുത്തുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം റെഫർ ചെയ്ത് നോട്ടിലേക്ക് കൃത്യമാക്കി വെക്കുക. അടുത്ത ദിവസം നമുക്ക് 3ാമത്തെ ചാപ്റ്ററുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.